വാ തുറന്നാൽ വർഗീയത മാത്രം പറയാ ചില ആളുകൾ. ആ ഗണത്തിലാണ് രാഷ്ട്രീയ പരിണാമത്തിൽ ഏകദേശം നിയാണ്ടർതാലിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞ നമ്മുടെ ഒന്നാം പ്രധാനമന്ത്രി നെഹ്റു മുസ്ലിമായിരുന്നു എന്നൊക്കെ പറയുന്ന ഭയങ്കരമായൊരു അപരാധം. എന്താ നെഹ്റുവിന് മുസ്ലിം ആവാൻ പറ്റൂലേ? നെഹ്റുവിന് മുസ്ലിമാകാൻ പറ്റൂലേ? നെഹ്റു മുസ്ലിം ആയിരുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ മുസ്ലിമാണോ പ്രശ്നങ്ങളായിരിക്കും ഫലം എന്നൊരു സമവാക്യല്ലേ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് മുസ്ലിം ആയിരുന്നില്ലേ? അദ്ദേഹമല്ലേ ഇന്ത്യയിലെ ഈ സാർവത്രികമായ വിദ്യാഭ്യാസത്തിന് ശക്തമായ അടിത്തറ പാകിയയാൾ? അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടല്ലേ എന്താണ് വിദ്യാഭ്യാസം എന്ന് കേൾക്കാത്ത നാടുകളിൽ സ്കൂളുകൾ ഉയർന്നു വന്നത്? അദ്ദേഹത്തിന്റെ അന്നത്തെ ഭരണത്തെക്കുറിച്ച് പുകഴ്ത്താത്ത ഏതെങ്കിലും മനുഷ്യർ പിന്നീടുണ്ടായിട്ടുണ്ടോ? ഇല്ല. APJ അബ്ദുൽ കലാം മുസ്ലിം ആയിരുന്നില്ലേ? അദ്ദേഹമല്ല ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശക്തമായ സാന്നിധ്യമായത്? അദ്ദേഹമാണല്ലോ ഇന്ത്യയുടെ മിസൈൽ മാൻ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിലെ ഓരോ യുവാവിനെയും ശാസ്ത്രരംഗത്ത് പ്രചോദിപ്പിച്ചുകൊണ്ട് നിരന്തരമായി അധ്വാനിച്ചയാൾ. APJ അബ്ദുൽ കലാം മുസ്ലിം ആയതുകൊണ്ട് PC ജോർജിന് എന്തൊക്കെ നഷ്ടമാണ് ഉണ്ടായത്? ഇന്ത്യയുടെ നിർമ്മാണത്തിൽ ശക്തമായി സ്വാധീനിച്ച എത്രയെത്ര മുസ്ലിം പേരുകളുണ്ട്, എണ്ണി പറയണോ? ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വതന്ത്രമാം ലണ്ടനിന്റെ ഭൂമിയിൽ എനിക്ക് ആറടി മണ്ണ് എന്ന് ശക്തമായി പ്രഖ്യാപിക്കാൻ ഒരാൺകുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ, മൗലാന മുഹമ്മദ് അലി. ഹാഫിളുമാരായിരുന്നു, ദീനി പാണ്ഡിത്യം അത്യാവശ്യമുള്ളവരായിരുന്നു. ഷൗക്കത്തിലെയും മുഹമ്മദ് അലിയെയും കൈപിടിച്ചിട്ട് അവരുടെ ഉമ്മ പറഞ്ഞയക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂളയിലേക്കായിരുന്നു. മക്കൾ നഷ്ടപ്പെട്ടാൽ പോലും ഭാരതത്തോടുള്ള കടപ്പാട് നിർവഹിക്കണമെന്ന് അവർ തീരുമാനിച്ചു. നമ്മൾ അഭിമാനം കൊള്ളുന്ന ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയല്ലേ? ഭാരതമാതാ കി ജയ് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ പോലും മുസ്ലിങ്ങളുടെ സംഭാവനയല്ലേ? ഭാരതത്തെ ഇത്രമേൽ പ്രണയിച്ച ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു. നെഹ്റു മുസ്ലിം ആയിരുന്നു അത്രേ. PC എന്നൊക്കെ പറഞ്ഞാൽ പബ്ലിക് ക്ലോസറ്റ് എന്നാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ അതിന്ന് വരുന്നത് ദുർഗന്ധം മാത്രമാണ്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിണാമങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അദ്ദേഹം ഭയങ്കരമായ ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ SDPIക്കാരുടെ പിന്തുണയോടുകൂടെ, ശക്തമായ പിന്തുണയോടുകൂടെയാണ് അദ്ദേഹം ജനപക്ഷത്ത് മത്സരിച്ചപ്പോൾ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു കയറുന്നത്. ആ സമയത്ത് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന് എത്രമേൽ ഇഷ്ടമായിരുന്നു, താലോലിച്ചിരുന്നു. ഇദ്ദേഹമാണ് പറഞ്ഞ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിയുടെ കൈയല്ല തലയാണ് വെട്ടേണ്ടത് എന്ന് SDPIയുടെ യോഗത്തിൽ പ്രസംഗിച്ചയാളാണ് ഈ PC ജോർജ്. ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ മുഹമ്മദ് നബി അത്രമേൽ വിമർശിച്ച കാരണത്താൽ കയ്യല്ല എടുക്കേണ്ടത് തല എടുക്കണം എന്ന്. ഇപ്പോ അയാൾക്ക് കണ്ണിനു കാണാൻ പറ്റാത്ത SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘത്തെ മുന്നിലും പിന്നിലും നിർത്തിയാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ വേദിയിലും നിറസാന്നിധ്യമായിരുന്നു. ഓരോ വേദിയിലും അവരെക്കുറിച്ച് മഹത്വം പറയാൻ അയാൾക്ക് 1000 നാക്കായിരുന്നു. പക്ഷെ പിന്നീട് രാഷ്ട്രീയ പരിണാമം വന്നു. ഇനി ഇങ്ങനെ ഒത്തുപോകണമെന്നുണ്ടെങ്കിൽ, മന്ത്രിസ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, MLAയും MPയും ആവണമെങ്കിൽ മറ്റു ചിലരെ പ്രീണിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് സംസാരത്തിൽ മാറ്റം വന്നു. ഇന്ത്യക്ക് പകരം ഭാരതം വന്നു. അർഷ സംസ്കാരം മെല്ലെ മെല്ലെ അയാളുടെ സംസാരത്തിൽ കയറി വന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം. ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാം. പക്ഷെ ഏതെങ്കിലും നക്കാപ്പിച്ചക്ക് വേണ്ടി ഒരു വലിയ സമൂഹത്തെ ഒറ്റുകൊടുത്താൽ, നെഹ്റു മുസ്ലിം ആയിരുന്നു എന്ന് വെക്കുക, എന്താ അതുകൊണ്ട് കുഴപ്പം? അദ്ദേഹം സ്വകാര്യമായി 5 വക്ത് നിസ്കരിച്ചിരുന്നു. മോത്തിലാൽ നെഹ്റു 5 വക്ത് നിസ്കരിച്ചിരുന്നു. 5 വക്ത് നിസ്കരിക്കൽ ഒരു വലിയ അപരാധമാണ്. ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികൾ അത് ചെയ്യുന്നില്ലേ? ഇന്ത്യയിലും കേരളത്തിലും. എന്നിട്ട് അവരൊക്കെയും പൊട്ടിത്തെറിക്കുന്നുണ്ടോ? അവരൊക്കെയും ഈ ആരാധന നടത്താൻ, തൊപ്പി വെക്കാൻ തല കാണൂല എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് സൂംബ ഡാൻസിനേക്കാളും നമ്മൾ ശക്തിയോടുകൂടെ പ്രതികരിക്കേണ്ടത് കേരള മനസ്സുകളെ മലിനമാക്കുന്ന ഈ വർഗീയതക്കെതിരെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. കേരളം ഇങ്ങനെയല്ല, ഇങ്ങനെ ആവരുത്. നമുക്ക് വിദ്യാഭ്യാസപരമായി പുരോഗതിയുണ്ട്, നമുക്ക് സാമൂഹികമായ ജീവിതം പരിചയമുണ്ട്, സാമ്പത്തികമായി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനേക്കാളും ഉന്നതിയിലുണ്ട്. സാക്ഷരതയിലാണ് ആസാം നമ്മുടെ മുന്നിലുള്ളത്. ആരോഗ്യരംഗത്ത് നമ്മൾ മികച്ച പല പ്രകടനങ്ങളും ഇതിൻ്റെ മുന്നേ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ തുടരണം. സമൂഹത്തിന് മാതൃകയാവണം. രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. അത് മതത്തിലേക്ക് കയറി വരരുത്. പിന്നെ വിശ്വാസിയുടെ കാര്യം, വിശ്വാസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികളോട് പറയേണ്ട കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ല ലിബറൽ ചിന്തകളോടും യോജിച്ചു വരണം എന്നില്ല.
സ്ത്രീ പുറത്തിറങ്ങരുത് അത്യാവശ്യത്തിനല്ലാതെ എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ നിയമമാണ്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വാക്യത്തിൽ വഖർന ഫീ ബുയൂത്തികുന്ന കൃത്യമായി ഖുർആൻ അത് പറഞ്ഞതാണ്. ഖുർആൻ അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എല്ലാവരും മുസ്ലിങ്ങളാവണമെന്നൊന്നുമില്ല. ഇതൊക്കെ സബ്ജക്റ്റീവായ ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ തീരുമാനമെടുക്കാം. മുസ്ലിം പേരുണ്ടെങ്കിൽ തന്നെയും സുംബ ഡാൻസിൽ പങ്കെടുക്കാം, നാടകത്തിൽ പങ്കെടുക്കാം, സ്പോർട്സിൽ പങ്കെടുക്കാം. ഏത് വൃത്തികേടും ചെയ്യുന്നതിനൊന്നും മതപരമായ വിലക്ക് പരിഗണിച്ചേ പറ്റൂ എന്ന് തിട്ടൂരം ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ആർക്കും വേണമെങ്കിലും അവരുടേതായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പക്ഷെ മതം ഇങ്ങനെ ആവണമെന്ന് തിരുത്താൻ വരരുത്. എന്തിനാ ഈ മതം? നമ്മൾ അതന്നെ ആലോചിക്കണ്ടേ. എന്തിനാണ് ഈ മതം? മനുഷ്യന്റെ സ്വന്തമായ തീരുമാനങ്ങൾ പലപ്പോഴും പഴക്കുമ്പോൾ അതിനെ തിരുത്താനും മനുഷ്യനെ എപ്പോഴും ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് മതം. 100% ഇസ്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് മതവിശ്വാസികൾക്ക്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവരുടേതായ നിയമങ്ങളില്ലാത്തത്, നിയന്ത്രണങ്ങളില്ലാത്തത്? കള്ളു കുടിക്കുന്ന ആളുകളെ പാർട്ടിയിൽ അംഗത്വം നൽകില്ലെന്ന് ഈയിടെയല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പ്രഖ്യാപിച്ചത്? അതൊരു നിയമമല്ലേ? അതൊരു നിയന്ത്രണമല്ലേ? ഒരു സ്കൂളിലേക്ക് ഇന്ന യൂണിഫോം വേണമെന്ന് കുട്ടികൾക്ക് നിർബന്ധം വെക്കുന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ? ഇത്ര സമയത്ത് ഇത്ര രീതിയിൽ വരണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? പരീക്ഷയിൽ തോറ്റുപോയാൽ താഴെ ക്ലാസ്സിൽ ഇരുത്തും എന്ന് ഭീഷണിപ്പെടുത്തി താഴെ ക്ലാസ്സിൽ ഇരുത്തിയത് കൊണ്ടാണ് കേരളത്തിൽ ഒരു കുട്ടി ഈ ഒരു 4 ദിവസം മുന്നേ ആത്മഹത്യ ചെയ്തത്. ഒരു ദിവസം ഇങ്ങനെ ചാനലിലൂടെ ഓടിക്കളിച്ചു, പിന്നീട് അത് ഏതെങ്കിലും രീതിയിൽ ചർച്ച വന്നോ? എന്തേ കാരണം? അതൊരു മുസ്ലിം സ്ഥാപനമായിരുന്നെങ്കിൽ, ആ കുട്ടി അതിന് പ്രേരിപ്പിച്ച പ്രിൻസിപ്പാളെങ്ങാനും തലയിൽ തട്ടയിടുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു മാസത്തിന് അത് തന്നെ ധാരാളം മതിയായിരുന്നു. ഈ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെടാൻ പാടുണ്ടോ നമ്മുടെ മനസ്സ്? ഇതൊക്കെ നിയമങ്ങളല്ലേ? ഈ നിയമങ്ങളൊക്കെ പ്രയാസമുണ്ട് എന്നതുകൊണ്ടല്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. 3 മാർക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കാരണം ആ കുട്ടിയെ താഴെ ക്ലാസ്സിലേക്ക് ഇരുത്തി. അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയല്ലേ? നമ്മുടെ ഭൗതികമായ സംവിധാനങ്ങളിലൊക്കെ പ്രത്യേക നിയമങ്ങളില്ലേ? എന്തിനാണ് നിയമസഭയിലേക്ക് ജീവനക്കാർ വന്നിട്ട് കൃത്യസമയത്ത് പഞ്ച് ചെയ്യുന്നത്, പോകുന്ന സമയത്ത് പഞ്ച് ചെയ്യുന്നത്? അതിനിടയ്ക്ക് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് അത്ര കുറയ്ക്കുമെന്ന് പല മാനേജ്മെന്റുകളും തീരുമാനിക്കുന്നത്. മനുഷ്യനാണ്, നിയമം വേണം. ചെറുപ്പം മുതൽ ഒരൊറ്റ ജീവിവർഗവും സ്വന്തം വിസർജ്യം വ്യാപകമായി കഴിക്കാറില്ല. ഒരു മനുഷ്യക്കുട്ടി ജസ്റ്റ് നടക്കുന്ന, മുട്ടുകുത്തി നടക്കുന്ന കാലത്ത് അത് വിസർജിച്ചു എന്ന് സങ്കല്പിക്കുക. അത് വാരി തിന്നിട്ടുണ്ടാകും. വാരി തിന്നുന്ന സമയത്ത് കൈ പിടിക്കാൻ ഒരാൾ വേണം, മനുഷ്യന് മാത്രം. ആട്ടിൻകുഞ്ഞ് അതിന്റെ വിസർജ്യം കഴിക്കില്ല, പശുക്കുഞ്ഞ് അതിന്റെ വിസർജ്യം തിന്നൂല. മനുഷ്യക്കുട്ടി തിന്നിരിക്കും. സ്വാഭാവികമായും അതിനെ നിയന്ത്രിക്കാൻ, കൈപിടിക്കാൻ ഒരാൾ വേണം. മനുഷ്യന് മാത്രം, മനുഷ്യന്റെ ലോകത്ത് മാത്രം നിയമങ്ങൾ വേണം. ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികതയെ വളരെയേറെ മനോഹരമായി സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സമ്പത്തിനെയും ജോലിയെയും വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ തന്നെയും അതിൻ്റെ എല്ലാം അടിസ്ഥാന ലക്ഷ്യം ആഖിറത്തിലുള്ള വിജയമാണെന്ന് സിദ്ധാന്തിക്കുന്നു. അതുകൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ 11 വചനങ്ങളിൽ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികൾ വിജയിച്ചു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നിസ്കാരത്തിൽ നല്ല ഭക്തി പ്രകടിപ്പിക്കുന്നവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, മനുഷ്യനെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന കളി തമാശകളിൽ നിന്ന് അവർ മാറി നിൽക്കും. വിശ്വാസിയുടെ ലക്ഷണമാണ് അല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, കളി തമാശകളിൽ നിന്ന് അവർ മാറി നിൽക്കും. യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് അവർ മാറി നിൽക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, വിദ്യാഭ്യാസം പ്രധാനമല്ലേ? സുംബ ഡാൻസും കഴിഞ്ഞ് വേർതിരുന്ന് അസ്വസ്ഥതയോടുകൂടെ പഠനം നടത്തുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഏകാഗ്രതയായിരിക്കുമോ, അതോ കുളിച്ച് ഫ്രഷായി ഭക്ഷണവും കഴിച്ച് വീട്ടിൽ നിന്ന് വന്ന് ക്ലാസ്സിൽ കയറുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുക എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അനാവശ്യമായ കളി തമാശകൾ, മനുഷ്യനെ ധാർമ്മികമായി തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ പോലെയുള്ള വിവിധങ്ങളായ വിനോദോപാധികൾ, വിശ്വാസി അതിൽ നിന്ന് മാറി നിൽക്കും. അത് വിശ്വാസിയുടെ കാര്യമാണ്. അങ്ങനത്തെ വിശ്വാസി വിജയിച്ചുവെന്നും അവർ അവരുടെ പൂർവ്വപിതാവാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തറവാട് വീടാകുന്ന സ്വർഗത്തിൽ അനന്തരാവകാശികളായി പ്രവേശിക്കുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ പുതിയ ലിബറൽ കാലത്ത് എങ്ങനെ ഇപ്പൊ അതൊക്കെ പറയാം? 6-ാം നൂറ്റാണ്ടിലേക്ക് പോവാണോ? 6-ാം നൂറ്റാണ്ട് നടപ്പിലാവണം. 6-ാം നൂറ്റാണ്ടിന് എന്താ കുഴപ്പം? 6-ാം നൂറ്റാണ്ടിന് എന്താണ് കുഴപ്പം? 6-ാം നൂറ്റാണ്ടിന്റെ ഈ ഒരു വിമർശിക്കപ്പെടുന്ന മഹാവിപ്ലവം സാധിക്കുന്നതിന്റെ മുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രം വായിക്കാൻ പറ്റുമല്ലോ. 6-ാം നൂറ്റാണ്ട് ഇപ്പറയുന്ന വിധത്തിലായതുകൊണ്ടാണ് ലോകം ധാർമ്മികതയിലേക്ക് വന്നത്. ഞാനതൊന്നും ആഴത്തിൽ വിശദീകരിക്കല്ല. അപ്പൊ മതം തീർച്ചയായും മനുഷ്യനെ നിയന്ത്രിക്കുന്നു, ചില അതിരുകൾ വയ്ക്കുന്നു. എന്തുകൊണ്ട്?
എല്ലാവരും വിശുദ്ധരായി ജീവിക്കണം. ഇപ്പൊ ലിബറൽ കാലത്ത് ഡ്രസ് കോഡിലൊക്കെ പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു മതവിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു മതത്തെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് അവൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ് കോഡ് തീരുമാനിക്കാൻ പാടില്ലേ? അപ്പോഴേക്ക് കവിത എഴുതലാണോ? അപ്പോഴേക്ക് കറുത്ത ചാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കണമെന്ന് അവളെ ഉപദേശിക്കലാണോ? അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമാണ് ഇന്നത്തെ മോഡലുകൾ. അതന്നെ ചെയ്യണമെന്ന് പലർക്കും താല്പര്യം ഉണ്ടാകും. പക്ഷെ അത് പാടില്ലെന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ലെന്ന്. ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തുള്ളിക്കളിപ്പിച്ച് ഡാൻസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, എൻ്റെ മകനും തയ്യാറില്ല എന്നൊരാൾ പറയുമ്പോഴേക്ക് ആകെ താലിബാനിസമാക്കിയിട്ട് അത് വ്യാഖ്യാനിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. നന്മകളെ നമ്മൾ പിന്തുണയ്ക്കണം. അത് നന്മയാണെന്ന് ബോധ്യപ്പെടുകയും വേണം. ചർച്ചകൾ ഉണ്ടാവണം, നല്ല പഠനങ്ങൾ നടക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ഡാൻസ്, നൃത്യ കലാരൂപങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ കൂടുതലായി മയക്കുമരുന്നിലേക്ക് അഡിക്റ്റുകളായി തീരും, ആകർഷിക്കപ്പെടും എന്നതാണ് ഔദ്യോഗിക സ്റ്റഡികൾ. ഏതെങ്കിലും സൂപ്പർ ഡാൻസ് കളിച്ച കുട്ടി അങ്ങോട്ട് പോയിട്ട് കള്ളുടിക്കുന്നൊന്നുമല്ല. ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കണ്ടേ, ഈ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ലാഭം കിട്ടാത്ത സ്വകാര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന MDMA-യും കഞ്ചാവും മാത്രമാണോ ലഹരി? കള്ളുടിച്ചാൽ ലഹരി വരൂലേ? കള്ളുടിച്ചാൽ ലഹരി വരൂലേ? ഗ്രാമങ്ങളിൽ കള്ളുഷാപ്പ് തുറക്കുന്നില്ലേ? പുതിയ ബാറുകൾക്ക്, സംവിധാനങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നില്ലേ? കേരളക്കാരൻ്റെ കുടി മുട്ടരുത് എന്ന വലിയ ഉത്തരവാദിത്വ ബോധം കൊണ്ട് വിദേശമദ്യം നിർമ്മിക്കാൻ പാലക്കാട് വലിയ ഫാക്ടറി വരുന്നില്ലേ? നമ്മൾ സൂംബ ഡാൻസ് കളിപ്പിക്കുക, കള്ളു ഇഷ്ടം പോലെ വിതരണം ചെയ്യുക. സൂംബ ഡാൻസ് കളിക്കണം, അതോടുകൂടെ മദ്യത്തിനോടുള്ള എല്ലാ സംഗതിയും ശരിയാവും എന്ന് പറയാം. എന്നിട്ടോ കുടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഉടനീളം ഷോപ്പുകൾ തയ്യാറാക്കുക. എങ്ങനെയാണ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തുന്നത്? വ്യാപകമായി എങ്ങനെയാണ് അവരിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? വെറും മൂക്കുപ്പൊടി വലിക്കലൊന്നുമല്ല. ഫംഗ്ഷനുകളിൽ മൊത്തം ഉപയോഗിക്കുന്നത് മൂക്കുപ്പൊടിയല്ല, കള്ളാണ്. ഈ ലിക്വിഡായിട്ടുള്ള ഈ ലഹരി വസ്തുക്കളാണ്. ആഘോഷങ്ങളിൽ മൊത്തം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബുകളിൽ മൊത്തം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാവരും കൂടിയിട്ടൊന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് സ്കൂള് തുടങ്ങണം എന്ന് പറയുന്നതോടുകൂടെ കേരളം വിശുദ്ധമാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഓർമ്മപ്പെടുത്താതെ വയ്യ. അതുകൊണ്ട് പക്വമായ രീതിയിൽ കാര്യങ്ങളെ നമ്മൾ കാണണമെന്നും ഇടപെടണമെന്നും മതസൗഹാർദ്ദത്തിനും നമ്മൾ ഇതുവരെയും കാത്തു സൂക്ഷിച്ച രാജ്യ പുരോഗതിക്കും തടസ്സമാകുന്ന ഒരു പ്രവൃത്തിയും ആരിൽ നിന്നും ഉണ്ടാവരുതെന്നും മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധാലുക്കളാകണമെന്നും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മുടെ ഈ ശ്രമം ഖബൂലാക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.